എൻ്റെ ഇഷ്ടമല്ല കർത്താവെ നടക്കേണ്ടത്, നിൻ്റെ ഇഷ്ടം നടന്നാൽ മതി, നിൻ്റെ ഹിതം നടന്നാൽ മതി എന്ന് യേശു പ്രാർത്ഥിച്ചു. കാണുന്നവരുടെ കണ്ണിൽ, നോക്കുന്നവരുടെ നോട്ടത്തിൽ പിന്നെ അങ്ങോട്ട് യേശു അനുഭവിച്ചത് സാധാരണ നിലയിലുള്ള അനുഭവങ്ങളോ പീഡകളോ അവസ്ഥകളോ അല്ല. മൃഗീയമായ നിലയിൽ യേശുവിനെ അവർ പീഡിപ്പിച്ചു. വസ്ത്രം പറിച്ചെടുത്തു, ശരീരം അടിച്ചു തകർത്തു, മുൾക്കിരീടം തലയിൽ വെച്ചു, കാർക്കിച്ചു തുപ്പി. ഒരാടിനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ വലിച്ചിഴയ്ക്കുന്ന പോലെ കർത്താവിനെ വലിച്ചിഴച്ചു. പല പല കോടതികൾ മാറി മാറി വിധിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ യേശുവിനെ ക്രൂശിച്ചു, പരിഹസിച്ചു, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി. പിതാവേ, എൻ്റെ ഇഷ്ടം നടക്കണ്ട, നിൻ്റെ ഇഷ്ടം നടന്നാൽ മതിയെന്ന് പ്രാർത്ഥിച്ച ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ മാനുഷിക ദൃഷ്ടിയിൽ, മനുഷ്യൻ്റെ കണ്ണിൽ, വ്യക്തിപരമായ ആളുകൾ നോക്കുമ്പോൾ അത് ഒരു വല്ലാത്ത അവസ്ഥയിൽ കർത്താവ് പോകുമായിരുന്നല്ലേ. പക്ഷേ അവിടെ സർവശക്തനാകുന്ന ദൈവം തൻ്റെ പുത്രനെ പദ്ധതിയിലേക്ക് നയിക്കുകയായിരുന്നു. യേശു ക്രൂശിതനായത് സ്വന്തം ഇഷ്ടത്തിലല്ല, ദൈവ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. യേശു അടികളേറ്റത് പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ്. യേശു അനുഭവിച്ചതൊന്നും യേശു ചെയ്തതിൻ്റെ ശിക്ഷയ്ക്കല്ല, യേശു പ്രവർത്തിച്ചതിന് പകരമല്ല. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ ശിക്ഷ അവൻ വ്യക്തിപരമായി ഏറ്റെടുക്കുകയായിരുന്നു. ബൈബിളിൽ യേശു കർത്താവ് എൻ്റെ ഇഷ്ടം നടക്കണ്ട, നിൻ്റെ ഇഷ്ടം നടന്നാൽ മതിയെന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന മാനുഷിക കണ്ണുകളിൽ പീഡനങ്ങളും ദുഃഖങ്ങളും രോദനങ്ങളുമായി തീർന്നെങ്കിലും വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, മരണത്തെ ജയിച്ച് ദൈവപുത്രനായ യേശു ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവ് രാജാതി രാജാവായി സ്വർഗാരോഹണം ചെയ്തു. ദൈവ പദ്ധതികൾ യേശു ക്രിസ്തുവിൻ്റെ മേളിൽ നിറവേറുവാൻ ഇടയായി തീർന്നു. കർത്താവെ, എൻ്റെ ഇഷ്ടം നടക്കണ്ട, നിൻ്റെ ഇഷ്ടം നടന്നാൽ മതിയെന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും പലതിനും നമ്മൾ വില കൊടുക്കേണ്ടി വരും. പല നഷ്ടങ്ങളും സഹിക്കേണ്ടി വരും. പല പ്ലഷറുകളും പല വ്യക്തിപരമായ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടെന്ന് വരും. പക്ഷെ ഇതിൻ്റെ എല്ലാം അവസാനം, ഇതിൻ്റെ എല്ലാം ഒടുവിൽ എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിരിക്കും, ഒരു ഡെലിവറൻസ് ആയിരിക്കും, ഒരു അനുഗ്രഹമായിരിക്കും, ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും, ഒരു മാറ്റമായിരിക്കും, ഒരു മാന്യതയായിരിക്കും.